അലൈക്കും. അപ്പോൾ മക്കളെ ഞമ്മക്കിന്ന് പൊടി കൊണ്ട് അരിപ്പൊടി കൊണ്ട് വെള്ളപ്പം ഉണ്ടാക്കട്ടെ. നമ്മളെ ഇഷ്ടംകാർ പറ്റിച്ചപ്പോഴേ എനിക്ക് തോന്നി യൂട്യൂബിലെ വീഡിയോ കണ്ടതാണ്. ആരെ വീഡിയോയാണെന്നോ റീൽസിൻ്റെ വീഡിയോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തോന്നി. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിനകത്ത് തേങ്ങ ചെല്ലപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ പൂണ്ട് കിട്ടാം. അപ്പോൾ തേങ്ങ പൂണ്ടിക്കണം. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് എന്ന് പറയാം. അപ്പോൾ അത് തേങ്ങ നല്ലോണം പൊടിച്ചെടുത്തുക്കണോ ഇനി നമുക്ക് ഇതിക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഇട്ടിക്കണം. 1 ടീസ്പൂൺ ചോറ് ഇട്ടിക്കണം കേട്ടോ. ഇതാ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടത്. ഡ്രൈ ഈസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച. അപ്പോൾ അത് ഇതാ ഈ സ്പൂണിന് ഞാൻ 1 സ്പൂണാണ് എടുത്തേക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇനി 1 സ്പൂൺ പഞ്ചാരി, ടേസ്റ്റും. അപ്പോൾ പാകത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചാരി. അപ്പോൾ അതാ പൊൻകാസിൻ്റെ അരിപ്പൊടി ആട്ടെ ഞാൻ എടുത്തേക്കണേ. നമ്മൾ ഡബിൾ ഹൗസിൻ്റെ ഇതാകാം. ഇത് പറ്റിച്ച് മക്കളെ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കായ് മുതലാക്കണ്ടേ. ഇനിയിപ്പോൾ നെക്സ്റ്റൊക്കെ ഒന്ന് പോകണം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഒരു ചെമ്പട്ടി കൊണ്ട് ഒഴിച്ചാൽ ഒരു സ്റ്റീൽ ചെമ്പട്ടിയിൽ ഒഴിച്ചത് നമ്മുടെ എണ്ണത്തിൻ്റെ ഉള്ളു. അപ്പോൾ നമുക്ക് അതിൽ ഒഴിച്ചു. ഇനി ഇത് നാളേക്കൊക്കെ പൊങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പൊടി വേണം. ഇതുണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇത് ഞാൻ ചെറു ചൂടുവെള്ളത്തിലാട്ട് അടിച്ചെടുത്തതാണ് ഇപ്പോൾ മാവിൻ്റെ ഇത്. അപ്പം ഇനി ഇതിപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ ചേർത്ത് വെക്കട്ടെ. അപ്പോൾ അത്ര മതിയേ. മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് 2 വട്ടം ചുറ്റിയൊക്കെ പാർന്നിക്കണേ. അപ്പോൾ എന്നോട് എൻ്റെ ചങ്ങായി ചോദിച്ചു ഇനി പൊടി കൊണ്ട് എങ്ങനെയാണ് റുബിയെ അപ്പം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അന്ന് ആ വെള്ളപ്പം കച്ചവടം ചെയ്തതിനൊന്നാണ് ഞാൻ അരി കൊണ്ട് ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇതാ പൊടികൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ഈസ്റ്റ് ഇടാതെ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു. അത് എനിക്കറിയില്ല കേട്ടോ. ഈസ്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കുറച്ച് ചെറു ചൂട് വെള്ളം എടുത്തുകൊണ്ട് അതിന് മുകളിൽ ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെക്കണം. അപ്പം ഞാൻ അടച്ച് വെക്കാം. രാവിലെ തുറന്ന് വെക്കാം. ഇതൊന്നും റിൻസി പറഞ്ഞതല്ലേ കേട്ടോ. അവൾ 2 മണിക്കൂർ കൊണ്ട് സെറ്റാവുമെന്നാണ് പറഞ്ഞത്. ഞാൻ അത് രാവിലെ കാക്കാക്ക് എനിക്ക് പറയുകയാണ്. ഞാൻ രാത്രി അരച്ച് വെക്കും. പിന്നെ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ എൻ്റെ ടിപ്പാട്ടോ. അങ്ങനെ വെക്കുക വെള്ളത്തിൻ്റെ മുകളിൽ. അപ്പോൾ സെറ്റ് മസാണ്. മാവുണ്ടാക്കി വാങ്ങിയപ്പോൾ ഇന്നലെ നെസ്റ്റോന്ന് വാങ്ങിയത്. പച്ചമുന്തിരി പണ്ടത്തെ കൂട്ടുള്ള മധുരം കുറവുള്ള നമുക്ക് ചോറ് കഴിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലേക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ വാരിക്കോരി തന്നാലും നമുക്ക് ഉപകാരം.